ഓണത്തിൻ്റെ എക്സാം അല്ലേ, നമ്മുടെ ക്വാർട്ടർലി എക്സാം ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ക്വാർട്ടർലി എക്സാമിന് മോസ്റ്റ്ലി നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് 8 മാർക്ക് കേട്ടോ, 8 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങ് പോരും. നിങ്ങൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ വി ട്രീറ്റ് GDP ആസ് ദ ഇൻഡെക്സ് ഓഫ് വെൽഫെയർ? GDP ഒരു വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ, ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുന്നു, അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് GDP കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വലിയ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്ന്, GDP റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. GDP ഒരു വെൽഫെയർ ഇൻഡെക്സ് ആണോ എന്ന് ചോദിക്കാം. അതുപോലെ നാഷണൽ ഇൻകം മെഷർമെന്റിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റൻ ആയിട്ട് വന്നേക്കാം. അപ്പോൾ ഇവിടെ GDPനെ നമുക്ക് ഈ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. അപ്പോൾ GDP ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് റേറ്റ് എലോൺ കനോട്ട് ബി, അപ്പോൾ എന്താണ് ഇതാണ് നോട്ട് ചെയ്യേണ്ടത്, കനോട്ട് ബി കൺസിഡേർഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെന്റ്. ഒരു ഡെവലപ്മെന്റൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് GDPനെ മാത്രം എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. GDP വളരെ ഹൈ ആണ്, അതുകൊണ്ട് ഈ ഒരു കൺട്രി വളരെ ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് ടോട്ടലി നമുക്ക് അങ്ങനെ ഒരു പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അവിടുത്തെ വെൽഫെയർ വളരെ ഓക്കെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. So, there can be situations where GDP growth doesn't lead to promotion of welfare. വെൽഫെയറിലേക്ക് എത്തിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. GDP വളരെയധികം ഗ്രോത്ത് വന്നിട്ടുണ്ട്, പക്ഷേ അത് എന്ന് വെച്ചിട്ട് ആ ഒരു കൺട്രിയിൽ വെൽഫെയർ കൊണ്ടുവരണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് അറിഞ്ഞിരിക്കണം. 4 പോയിന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് 4 പോയിന്റ്സ് ആണ് നിങ്ങളുടെ ആൻസറിൽ വരേണ്ടതായിട്ടുള്ള കീ വേർഡ്സ് എന്ന് പറയുന്നത്, കീ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതായത് ഇൻകം ഇൻക്രീസ് ആയി എന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് പറയുന്നത് പോലെ നമ്മുടെ അംബാനി, അദാനി ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഇവരുടെ ഇൻകം ഇൻക്രീസ് ആയി, ഇവരുടെ ബിസിനസ് കൂടുതൽ വലുതായി, ലോകത്തിലെ തന്നെ കോടീശ്വരന്മാരിൽ ഇവർ വളരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ GDPയിലൊക്കെ വരും. പക്ഷേങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇതേപോലെ ജനറലായിട്ട് ഒരുപോലെ എല്ലാവർക്കും എന്താണ് ഇൻകം ഇൻക്രീസ് ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വെൽഫെയർ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നോ. ഓക്കെ, ഇഫ് an increase in GDP results in an increase in if an increase in GDP results in an increase in inequality in the distribution of income, welfare decreases. അതായത് ഇവിടെ അംബാനിക്ക് മാത്രം കാശ് കൂടുന്നുണ്ട്, പക്ഷേ മൊത്തത്തിൽ അതായത് കാശ് മുഴുവൻ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് മാത്രം എന്താണ് ഇൻകം ഡംപ് ചെയ്യപ്പെടുകയാണ്, ബാക്കിയുള്ള ഒരു ഏരിയയിൽ ആൾക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അവിടെ GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, ഇൻകത്തിൽ വരുന്ന ഇൻക്രീസ് കാരണം GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ ഇറ്റ് റിസൾട്ട് ഇൻ ദി വെൽഫെയർ ഡിക്രീസസ്. വെൽഫെയർ അത് മൊത്തത്തിലുള്ള ആൾക്കാരുടെ വെൽഫെയറിൽ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. GDPൻ്റെ അകത്ത് നമ്മൾ ആകെപ്പാടെ ഈ പറയുന്ന മോണിറ്ററി എക്സ്ചേഞ്ചസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ GDP എന്ന് പറയുന്നത് എന്താണ്, ഇൻകംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ രീതിയിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന അത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഈ പറയുന്ന ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതിലപ്പുറത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ GDPയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്, ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ ആസിഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്താലും നമ്മുടെ GDP എന്താവും, ഇൻക്രീസ് ആവും, കാരണം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണല്ലോ. അപ്പോൾ GDP ആ ഒരു ഇൻക്രീസ് വരും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, ഇത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിക്ക് ഡേഞ്ചറസ് ആണല്ലേ, ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ ആ ഒരു ഫാക്ടറി നിൽക്കുന്ന ചുറ്റുവട്ടത്തിൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കിയേക്കാം, അങ്ങനെ പല രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഹാംഫുൾ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയി, അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയപ്പോൾ അത് നമ്മൾ GDPനെയും എഫക്ട് ചെയ്യുന്നു, GDP ഇൻക്രീസ് ആവുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ അപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, നമ്മുടെ വെൽഫെയറിൽ ഒരു ഇൻക്രീസ് സംഭവിക്കുന്നില്ല, വെൽഫെയർ ആക്ച്വലി ഡിക്രീസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, ആൻഡ് ഫൈനലി GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്. ഈ പോയിന്റ്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ളത്. അപ്പം നിങ്ങൾക്ക് 8 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഡെഫിനറ്റ്ലി എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും പഠിച്ചു വെക്കുക. താങ്ക്